ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ റിലീസായി. പടത്തിന് റിവ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്സഡ് റിവ്യൂസാണ് ഇന്നലെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ ഇന്നെന്തായാലും പടത്തിൻ്റെ ഡയറക്ടർ എൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹത്തോട്. അപ്പോൾ അതിനെല്ലാമുള്ള മറുപടി തന്നെ അദ്ദേഹം വ്യക്തമായി തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയ്ക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. പല നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. മിക്സഡ് കമൻസ് അതെ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ ആളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുണ്ട്, ആളെ ഭയങ്കരമായിട്ട് തളർത്തുന്ന രീതിയിലുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് അത് വളരെ മോശമായിട്ടും തോന്നിയതും അതേപോലെ തന്നെ നല്ലതും തോന്നിയുള്ള കുറച്ച് കമൻസ് ഉണ്ട്. ഹാൻഡ് പിക്ഡ് കമൻസ് ആയിട്ടല്ല, അതെ, നമ്മൾ നോക്കിയെടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് കമൻസ് ആണ്. മാത്രമല്ല പൊളിറ്റിക്കലി ഇതിനെ ഒരുപാട് വളച്ചൊടിക്കാൻ ചില ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമന്റ് നമുക്ക് നോക്കാം. ഇയാളുടെ ബാഗിൽ എന്താ മറ്റേതാണോ, തനിക്ക് പെയിന്റ് പണിക്ക് പൊക്കൂടെ? അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ വന്നൊരു കമന്റ്. എന്താണ് പറയാനുള്ളത്? വളരെ മോശമാണ്. കാരണം ഇദ്ദേഹം ഇപ്പോൾ ഈ കമന്റ് ഇട്ട ആൾ ഇപ്പോൾ പടം കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതെ, നമുക്കൊക്കെ അറിയാം. അതായത് LJP എന്ന് പറഞ്ഞൊരു ഡയറക്ടറെ അറിയുന്ന ആൾക്കറിയാം. ആളുടെ ബാഗ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു സഹയാത്രയാണ്. പുള്ളിയുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആണ്, അതായത് ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മറ്റു പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു കമന്റ് ഇടാനുണ്ടായ ആളുടെ ചേതോവികാരം അതെന്താണെന്നാണ് മനസ്സിലാവാത്തത്. പിന്നെ പെയിന്റ് പണിക്ക് കൂടെ എന്ന് ഒരാളെന്ത് പണിയെടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന അയാളാണ്. ഇപ്പോൾ ഈ കമന്റ് ഇട്ട ചേട്ടൻ എന്താണ് പണിയെന്ന് അറിയില്ല. നമ്മളുടെ പണി ഇപ്പോൾ ഇതാണ്, ഇപ്പം ഇതാണ്. അത് അവരെന്ത് പണിയെടുക്കണം എന്ന് അവർ തീരുമാനിക്കും. അത് മറ്റൊരാൾക്ക് ഒരിക്കലും പോയി എനിക്ക് എന്നാ പണി പോയാൽ ഈ പണി കൂടെ എന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. സോ ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവർ നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമന്റ് ഇടുന്നത്. ഇനി പടത്തിനെ കുറിച്ച് പടം മോശമാണെങ്കിൽ ഓക്കെ, പടത്തിനെ കുറിച്ചുള്ളൊരു കമന്റ് നിങ്ങൾക്ക് ഇടാം. പടത്തിൻ്റെ ഇന്നൊരു പോർഷൻ ഒരുപാട് കമന്റ്സ് അങ്ങനെ ഉണ്ട് കേട്ടോ. പടത്തിൻ്റെ ഇന്നൊരു പോർഷൻ എനിക്ക് ക്ലിക്കായില്ല, എനിക്ക് വർക്കായില്ല, അല്ലെങ്കിൽ പടത്തിന് ഇങ്ങനെ ചെയ്തത് തെറ്റാണ്, അല്ലെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, കമന്റ്സ് ഇടാം. ഇത് ബാഗിൽ എന്താ മറ്റേതാണോ, പെയിന്റ് പണിക്ക് പോയിക്കൂടെ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട്. അതിലൊരു കമന്റ് ഇപ്പോൾ എഡിറ്റ് ചെയ്തേ ഉള്ളൂ. അതൊക്കെ ഭയങ്കര മോശമാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കമന്റ് ഇട്ട ഒരാളുടെ ക്യാരക്ടറാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതാണ് നിങ്ങൾക്ക് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തു വരാന്ന് പറയും. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്, സത്യം പറഞ്ഞാലേ. ഓക്കെ, നെക്സ്റ്റ് കമന്റ്. ഓക്കെ, നമുക്ക് അവിടുത്തെ കമന്റ് നോക്കാം. നല്ല പടമാണ്, ഓഡിയൻസ് ദേ ഡോണ്ട് നോ വാട്ട് ദ ക്രിയേഷൻ ബിഹൈൻഡ് ദ ഫിലിം. അതെന്താ തോന്നുന്നു ശരിക്കും എന്താണ് കമന്റോട് ഉദ്ദേശിച്ചത്? പടം നല്ല പടമാണ്, പക്ഷേങ്കിൽ ഓഡിയൻസിന് അറിയില്ല പടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ കഷ്ടപ്പാട്. അതറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. കാരണം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, പടം പോയി തിയേറ്ററിൽ കാണുന്നു, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഔട്ട് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ എഫേർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും അത് ആ ഓഡിയൻസിനെ ബാധിക്കുന്ന കാര്യമല്ല, ഒരിക്കലും അല്ല. ഇപ്പം മറിമായം ടീം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് മോശമാണെങ്കിൽ നമ്മൾ കാണുന്ന, അതായത് പ്രേക്ഷകർ കാണുന്ന അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് മാത്രമാണ്. അപ്പോൾ അത് മോശമാണെങ്കിൽ അവർ മോശമാണെന്ന് തന്നെ പറയും. അത് എല്ലാവരും ഇപ്പോഴും പറഞ്ഞ എല്ലാവരും മോശമൊന്നും പറഞ്ഞിട്ടില്ല. ക്ലിക്കായിട്ടുള്ള അത് വർക്കായിട്ടുള്ള ആളുകളുണ്ട്, വർക്കാവാത്തവരുണ്ട്. വർക്കാവാത്തവർ അവർ ഡിസൈഡ് ചെയ്ത രീതിയിൽ, അതായത് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് സാധനം വന്നില്ല എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ആ പടത്തിനില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം. നിങ്ങൾ അടുത്തൊരു പടം ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, മൂവ് ഓൺ ലെജൻഡ്. ഭയങ്കര പോസിറ്റീവായിട്ട് ആളെ ഭയങ്കര മോട്ടിവേറ്റ് ഉള്ള കമൻറ്റ്. ഇങ്ങനത്തെ കമൻസ് ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. LJP നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്ന കമൻസ് ഒരുപാടുണ്ട്. ഇപ്പം ഇത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു LJPയുടെ ഇതുവരെയുള്ള പടത്തിൻ്റെ ഒരു ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓരോ പടവും ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തി, അതായത് വ്യത്യസ്തമായിട്ടാണ് ആളത് അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. വേറൊരു ശൈലി തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് കുറേ പേർക്ക് വർക്കായി, കുറേ പേർക്ക് വർക്കായില്ല, കുഴപ്പമില്ല എന്ന് വെച്ച് ഈ ഒരു പടത്തോട് കൂടിയിട്ട് താങ്കൾ ഈ പരിപാടി നിർത്തണം അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. തനിക്ക് ഈ പണി നേരത്തെ മുമ്പുള്ള ആൾ പറഞ്ഞ പോലെ തന്നെ പണി നിർത്തി പറഞ്ഞ പണിക്ക് പോയി കൂടെ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു പടത്തോട് കൂടിയിട്ട് പരിപാടി നിർത്തണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണ്. ഈ പടം വർക്കായില്ല, ഓക്കെ, നിങ്ങൾ അടുത്തൊരു പടം എടുത്തിട്ട് പ്രൂവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് കമൻസ് ഇടുന്ന ആളുകളുണ്ട് കേട്ടോ. നമുക്ക് അടുത്തൊരു കമൻറ്റ് നോക്കാം. അപ്പോൾ അടുത്ത കമൻറ്റിലേക്ക് പോവാണേ. മലയാളത്തിലെ മാക്സിമം പൊട്ടൻഷ്യൽ സ്റ്റാറിനെ കൊണ്ടുപോയി ബാലരമ അമർ ചിത്രകഥാ നായകനാക്കി കളഞ്ഞല്ലോ. എന്താ തോന്നുന്നത്? LJP ആ ഇൻ്റർവ്യൂവിൽ ഇറക്കം പറഞ്ഞത് ഇതൊരു മുത്തശ്ശി കഥ പോലെ കേട്ടിരിക്കേണ്ട സിനിമയാണെന്നാണ്. അപ്പോൾ
അങ്ങനെ മുത്തശ്ശിക്കഥയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ആ ഒരു മൂവി അത്ര ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഇട്ടതായിരിക്കണം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പടം വർക്കായിട്ടുണ്ട്. ആൾക്ക് അമർജിത്ത് അങ്ങനെ തോന്നിയെങ്കിൽ ആ മൂവിയുടെ സക്സസ് ആണ്. അതാ മൂവി സക്സസ് ആണ് സത്യം പറയാൻ. ആളത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇട്ടെന്ന് അറിയില്ല. പടത്തിന്റെ ഓരോ ക്രൂ മെമ്പേഴ്സും, അതായത് ആ ഒരു ടിനു ബാബച്ചൻ്റെ പുള്ളിക്കാരനെ വെച്ച് പുള്ളിക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണെങ്കിലും LJP പറഞ്ഞിട്ടുണ്ട്. ടിനുവിന് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായേക്കാം ഇത് കണ്ടപ്പോൾ. ഇത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന് പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. അതായത് അമർചിത്ര കഥയിലെ നായകനാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ പടത്തിൻ്റെ വിജയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് പടം പോണത്, ഒരു മുത്തശ്ശി കഥ കേട്ടിരിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് സിമ്പിളായിട്ട് കേട്ടിരിക്കേണ്ട ഒരു സാധനമാണ്, പ്രത്യേകിച്ച് ഒരു ജോണറോ അല്ലെങ്കിൽ അത് ഒരു ടൈമോ ഇന്ന കാലഘട്ടത്തിൽ നടക്കുന്ന സാധനമാണോ അങ്ങനെയൊന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം പടം ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം. പടം ഓടണമെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പടം എടുക്കണം. ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ആള് കയറില്ല. എന്താ തോന്നുന്നത്? ഒരു പടം എങ്ങനെ എടുക്കണം എന്നുള്ളത് ആ ഒരു ഡയറക്ടറിൻ്റെ തീരുമാനമാണ്, തോട്ടാണ്. അതെ, ഓക്കെ. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വർക്കാവുന്ന രീതിയിൽ കൂടെ എടുക്കണം. ഇപ്പോൾ LJPയുടെ എല്ലാ പടം നോക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും വർക്കാവുന്ന രീതിയിൽ ഇപ്പോഴും പുള്ളി പറയുന്ന കാര്യം ഇത്രയാണ്: സ്റ്റിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന ആ ഒരു ലൈനാണ് പുള്ളിയുടെ ഒരു വേവ് ലെങ്ത്. അതാണ് ഇപ്പോഴും, അതായത് ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ പോലും, അതായത് പ്രസ് മീറ്റിൽ പോലും പുള്ളി പറഞ്ഞതാണ്. ഒരു വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, സ്റ്റിൽ ഇപ്പോഴും പുള്ളി പ്രത്യേകിച്ച് ഒരു പ്ലാനോ കാര്യങ്ങളോ ഇല്ല, ആരെയും ഇംപ്രസ് ചെയ്യണമെന്നില്ല. ആ ഒരു വേവിലാണ് പുള്ളി പടം എടുത്ത് പോകുന്നത്. പക്ഷേ അങ്ങനെ പടം എടുത്ത് പോകുമ്പോൾ ആണ് ഈ ഒരു കമൻറ്റിനുള്ള പ്രസക്തി കൂടുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രില്യൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് പടം മനസ്സിലാവണ്ടേ? ഇപ്പോൾ ആളൊരു പടം കാണാൻ വേണ്ടി വരണം എന്നുണ്ടെങ്കിൽ ആൾ പടം കണ്ടിട്ട് ആൾക്ക് എൻ്റർടൈൻഡ് ആകണം. ആ ഒരു അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ലേ? എൻ്റർടൈൻഡ് ആകണം തീർച്ചയായിട്ടും. ഒരു പടം ആൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ്, ഈ പടത്തിൽ എനിക്കൊരു ആസ്വാദനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരുപാട് ബ്രില്യൻസ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒരാളൊരു പടം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു തിരക്കിട്ട ലൈഫിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പടം കാണുമ്പോൾ അതിൽ ഇതേപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതിൽ ഇതേപോലുള്ള കാര്യങ്ങൾ ഓവറായിട്ട് വരുമ്പോൾ ആൾക്ക് ചിലപ്പോൾ പടം എൻജോയ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിപ്പോൾ പറഞ്ഞാൽ ഓരോരുത്തരുടെ പെർസെപ്ഷനാണ്, അത് ആ ഒരു തരത്തിൽ പോട്ടെ. അതെ, നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം. സാർ, അങ്ങേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും, പക്ഷേ ഞങ്ങൾ സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഫിലിം എടുക്കൂ, എന്നിട്ട് തള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് മാത്രം ആസ്വദിക്കാൻ വേണ്ടിയല്ല ഫിലിം. എങ്കിൽ ദയവ് ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്യരുത്, ഞങ്ങളുടെ സമയത്തിനും വിലയുണ്ട്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റിനെ പിന്താകുന്ന ഒരു കമൻറ്റ് കൂടിയാണിത്. ഓക്കെ, അപ്പം ആ ഒരു പടത്തിൻ്റെ ഒരു ലൈൻ, ആ ഒരു വേ ആളുകൾക്ക് കുറേ പേർക്ക് കത്തിയിട്ടില്ല. അതെ, ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. മിക്സഡ് റിവ്യൂസാണ് ഇപ്പോഴും പടത്തിന് വരുന്നത്, മിക്സഡ് റിവ്യൂസാണ്. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകളും ഉണ്ട്, വളരെ മോശമാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, ഒരിടത്തരം. അതെ, മീഡിയം ലെവലിൽ ഇത് ഓക്കെയാണ്, പക്ഷേ ഇതല്ലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഇതിലും കുറച്ചുകൂടി ഉണ്ടായിരുന്നു അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട്. ഇപ്പോൾ പ്രതീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പടത്തിന് അങ്ങനെ ഓവറായിട്ട് ഹൈപ്പ് കൊടുക്കാൻ കൊടുത്തതായിട്ട് പ്രസ് മീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും ഈ ഒരു ടീം എൻ്റെ ക്രൂ പറഞ്ഞത് ഇതൊരു സാധാരണ ചെറിയൊരു പടമാണ്. അതായത് വലിയ രീതിയിൽ മാസോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ ഇതിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ബട്ട് അതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ ടിനു ബാബൻ സാറ് പുള്ളി അത് പുള്ളിയുടെ അതിനുള്ളൊരു എക്സ്പ്ലനേഷനും ആ ഒരു പ്രസ് മീറ്റിൽ ആൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ടിനുവിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്, പുള്ളി കണ്ടിട്ടുള്ള പുള്ളിയുടെ പെർസെപ്ഷനിൽ നിന്നിട്ടാണ് പുള്ളി കാര്യം പറഞ്ഞത്. ആ സെയിം സാധനം തന്നെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല, ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എല്ലാവർക്കും. അപ്പം പുള്ളിയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നല്ല രീതിയിൽ പുള്ളിക്ക് ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുള്ളി ഒളിവിലാണെന്നാണ് നമ്മുടെ കോക്ക് പറയുന്നത്. ഒരുപാട് തരത്തിൽ ട്രോളും കാര്യങ്ങളും വരും. ഒരാളെ ഇങ്ങനെ ക്രൂശിക്കാൻ മാത്രമൊന്നുമില്ല, ആൾക്കത് ഓക്കെ ആയിട്ടുണ്ടാവും, അതുകൊണ്ട് ആളത് പറഞ്ഞു പോകുന്നേ ഉണ്ടാവും. അപ്പം എനിക്ക് കണ്ടിട്ട് അടിപൊളിയാന്ന് തോന്നിയൊരു സാധനം ചിലപ്പോൾ ഇവനോട് പറയടാ നീ അത് കണ്ടു കിട്ടണം പരിപാടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ അത് അത്ര കണ്ട് കത്തിക്കൊള്ളണമെന്നില്ല, ക്ലിക്കായിക്കൊള്ളണമെന്നില്ല. നമ്മളൊക്കെ ഓരോ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് തിയേറ്റർ കുലുങ്ങും എന്നുള്ളത്.
അൺഫോർച്ചുനേറ്റ്ലി പറഞ്ഞ ഹൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മോഹൻലാലിന്റെ ആ ഒരു ഗെറ്റപ്പ് കണ്ട് ആരായാലും ഒന്ന് ഇംപ്രസ്ഡ് ആവും. കാരണം എന്താണ് ഈ ഒരു ഗെറ്റപ്പിൽ അതല്ലെങ്കിൽ പിന്നെ നന്മകൾ നേരത്ത് മയക്കം അതിന്റെയൊക്കെ ടീസറും കാര്യങ്ങളൊക്കെ ഇറക്കിയ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇറക്കിയാലും മതിയായിരുന്നു. ഈ ഒരു ഗെറ്റപ്പാണ് ഫൈനലി വന്ന റാക്ക് സോങ്. അപ്പൊ ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും മനസ്സിൽ. ഒന്നുകൂടി പോയി. മാത്രമല്ല LJP അപ്പോഴും അവിടെ ചിന്തിക്കേണ്ടത് LJP മോഹൻലാൽ 2 L ബ്രാൻഡുകളുടെ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ആളുകൾ ആ ഒരു പടത്തിനെ വിലയിരുത്തുന്നത്, ആ ഒരു പടത്തിലേക്ക് ആളുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കമന്റ് നോക്കാം. മലയാളം ഇൻഡസ്ട്രിയുടെ ശാപം വെച്ച ഈ ഒരു ഫാൻ ഫൈറ്റ് ആണ്. യെസ്, ഫാൻ ഫൈറ്റിനെ കുറിച്ചാണ് വന്നിട്ടുള്ള കമന്റ്. പിന്നെ ആ ഒരു കമന്റിൽ തന്നെ ആളുകൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. നൈസ് മൂവി, ഡിഫറെൻറ്റ് തിയേറ്റർ, ഡിഫറെൻറ്റ് മേക്കിംഗ്, മലയാളികൾ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് അവർ ആഗ്രഹിച്ച പോലെ മൂവി വന്ന് കാണില്ല. അതാണ് പറഞ്ഞത്, എക്സ്പെക്ടേഷൻ ആവരുന്ന ഒരുപാട് പേര് പറഞ്ഞു കേട്ടില്ല. ബട്ട് എക്സ്പെക്റ്റഡ് ആവും. എക്സ്പെക്ടേഷൻ്റെ പുറത്താണ് ഓരോ പടങ്ങളും ഓടുന്നതെന്നുള്ളതാണ് സത്യം. ഇപ്പം ഇതിൽ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഫാൻ ഫൈറ്റ് തന്നെയാണ് പ്രധാനമായിട്ട്. കാരണം ഈ ഒരു പടം ഓക്കെ, എല്ലാവർക്കും അത് വർക്കായിട്ടില്ല, എല്ലാവർക്കും അത് നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടില്ല എന്ന് തന്നെ വെക്കട്ടെ. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഫാൻസ് തന്നെ ഒരുപാട് പേര് ഇടയ്ക്ക് കയറിയിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്കലി ഈ ഒരു സാധനത്തിനെ ഒരുപാട് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇതൊന്നും സിനിമയോട് നമ്മളിതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിപ്പോൾ പറഞ്ഞ പോലെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കയറുന്നില്ല. പൊളിറ്റിക്കലി ഒരുപാട് തരത്തിൽ നല്ല രീതിയിൽ വൾഗറാക്കുന്നുണ്ട്. അറിയാം, ട്രോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ഭയങ്കര വൈറലായിട്ടുണ്ട്. അതൊന്നും ഈ സിനിമയെ അങ്ങനെ ബാധിക്കുന്ന കേസല്ല. അത്തരത്തിലുള്ള ഒരു കമന്റ് കൂടി ഉണ്ടായിരുന്നതിൽ, പക്ഷെ നമ്മളതിൽ ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ പടങ്ങൾ കാണാത്തവരാണെങ്കിൽ സിനിമ കാണുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ തന്നെ നിൽക്കുക. മറ്റ് റിവ്യൂവോ കാര്യങ്ങളൊന്നും അങ്ങനെ നിങ്ങൾ മാനിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഒരിക്കലും നിങ്ങളെ സ്വാധീനിക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻ അതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ പടങ്ങൾ കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.